എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് മുസ്ലിം ലീഗിന്റെ തീരുമാനത്തിന് വഴങ്ങിയത്? ഈ ചോദ്യമാണ് ഇപ്പോൾ എല്ലാവരും ഉയർത്തുന്നത്. നമുക്കറിയാം, കേരളത്തിലെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നിയമസഭാ കക്ഷി യോഗം വിളിച്ചു ചേർത്ത സമയത്ത് ആ യോഗത്തിൽ പങ്കെടുത്തത് കോൺഗ്രസിന്റെ പ്രമുഖരായ രണ്ട് ദേശീയ നേതാക്കളായിരുന്നു. അല്ലെങ്കിൽ കേന്ദ്ര AICCയുടെ വക്താക്കളായിട്ടാണ്, AICCയുടെ പ്രതികളായിട്ടാണ് അവർ എത്തിയത്. അജയ് മാക്കനെ പോലുള്ള നേതാക്കളാണ് വന്നത്. അവർ കേരളത്തിലെ MLA-മാരുടെ അഭിപ്രായം തേടി. അങ്ങനെ ഭൂരിപക്ഷം MLA-മാരും തെരഞ്ഞെടുത്ത നേതാവിനെ തീരുമാനിക്കാതെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയത്? അതുപോലെ തന്നെ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസിന്റെ നേതാക്കന്മാർ, MLA-മാരല്ലാത്ത നേതാക്കന്മാർ, KPCC പ്രസിഡന്റുമാരായിരുന്ന ആളുകൾ, മുഖ്യമന്ത്രിമാരായിരുന്ന ആളുകൾ, എല്ലാവരുമായിട്ടും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ചർച്ച നടത്തിയ സമയത്തൊക്കെ അവരുടെയൊക്കെ താല്പര്യത്തിന് വിരുദ്ധമായിക്കൊണ്ടാണ് കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി VD സതീശനെ മുഖ്യമന്ത്രിയായി നിയമിക്കാൻ കോൺഗ്രസ് നേതൃത്വം അങ്ങനെ ഒരു നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇത് തീർത്തും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാടുകളെ ക്ഷീണിപ്പിക്കുന്നതാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ കേരളത്തിൽ വേരുറപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള നിലപാടുകളാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇന്ന് കോൺഗ്രസിലെ ഏറ്റവും ശക്തനായ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തനായ നേതാവാണ്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തനായ അനുയായിയാണ്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് KC വേണുഗോപാൽ. അങ്ങനെ ഒരു KC വേണുഗോപാലിനെ വേണമെങ്കിൽ അവർക്ക് തുടക്കം തന്നെ നിങ്ങൾ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി മത്സരിക്കേണ്ട എന്ന് പറയാമായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് KC വേണുഗോപാലിനെ എങ്ങനെയെങ്കിലും കേരള മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹത്തെ അവരോധിക്കണമെന്ന താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ ഓരോ നിമിഷവും, ഓരോ ദിവസവും, ഓരോ മണിക്കൂറുകളും അവർ ചർച്ച ചെയ്ത് ബലം പിടിച്ചെങ്കിൽ പോലും മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരികയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിന് ചെയ്യേണ്ടി വന്നത് എന്നുള്ളൊരു വിഷയമാണ് ഇപ്പോൾ എല്ലാവരെയും അലട്ടിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ വർഷങ്ങളായിട്ട് അധികാരത്തിലിരിക്കുന്ന പാർട്ടിയാണ്. അവർ ഇടതുപക്ഷത്തിന്റെ കൂടെ അധികാരത്തിൽ വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ കോൺഗ്രസിന്റെ കൂടെ അധികാരത്തിൽ വന്നിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലത്തും അവർ കോൺഗ്രസിന്റെ കൂടെയായിരുന്നു, അതിനുശേഷവും അവർ കോൺഗ്രസിന്റെ കൂടെയായിരുന്നു. പക്ഷേ മുൻകാലഘട്ടങ്ങളിൽ അവർ ഇടതുപക്ഷത്തിന്റെ കൂടെ കേരളത്തിലെ മന്ത്രിസഭയിൽ പങ്കാളികളായിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ സഹായത്തോടു കൂടിയാണ് മലപ്പുറം ജില്ല രൂപീകരിച്ചെടുക്കാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞത്. അന്ന് കേളപ്പജിയെ പോലെയുള്ള കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കളൊക്കെ തന്നെ ഇത്തരം ഒരു നിലപാടില്ല. കാരണം ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജില്ല വിഭജിക്കുന്നതിന്, കേരളത്തിലെ വികസനത്തിന്റെ പേരിൽ എത്ര ജില്ലകൾ ഉണ്ടാക്കിയാൽ പോലും മതത്തിന്റെ പേരിൽ ഒരു ജില്ല ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ മത ഭരണാധികാരികളുടെ അല്ലെങ്കിൽ മതരാഷ്ട്രീയ പാർട്ടി ആവശ്യത്തിന് വഴങ്ങിക്കൊണ്ട് ഒരു മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിനെതിരെ കോൺഗ്രസിലെ നേതാക്കൾ വരെ അന്ന് രംഗത്ത് വന്നതാണ്. പക്ഷേ അതിന് ആരും ചെവിക്കൊണ്ടില്ല. അന്ന് മലപ്പുറം ജില്ല രൂപീകരിക്കാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു കാര്യം. ഇപ്പോൾ മുസ്ലിം ലീഗ് CPM-നെ വരച്ച വരയിൽ നിർത്തിയ മുസ്ലിം ലീഗ് ഇപ്പോൾ കോൺഗ്രസിനെയും വരച്ച വരയിൽ നിർത്തിയിരിക്കുകയാണ്. ആരും പ്രതീക്ഷിച്ചു കാണില്ല. കാരണം ഒരു നിയമസഭാ കക്ഷിയിൽ ബഹുഭൂരിപക്ഷമുള്ള നേതാവ്, അങ്ങനെ ഒരു നേതാവിനെ എന്തുകൊണ്ട് മാറ്റണം എന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയായി VD സതീശൻ ചുമതലയേൽക്കാൻ പോവുകയാണ്. ഈ VD സതീശനെ എന്നെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു? അല്ലെങ്കിൽ ഇലക്ഷൻ സമയത്ത് VD സതീശനെ മുൻനിർത്തി VD സതീശനായിരിക്കും മുഖ്യമന്ത്രി എന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല. അപ്പൊ അങ്ങനെ ഒരു അസന്നിഗ്ധാവസ്ഥ ഉള്ള സമയത്ത് ഒരാളുടെ കാര്യത്തിന് മാത്രം എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് താല്പര്യം കാണിച്ചത് എന്നുള്ളതാണ് നോക്കുന്നത്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ മതരാഷ്ട്രീയ ശക്തികൾ ചെലുത്തുന്ന സ്വാധീനം അത് വർദ്ധിച്ചു വരുന്നതിൻ്റെ ഒരു കാര്യമാണ്. ഇപ്പോൾ പലരും പറയുന്നുണ്ട് മുസ്ലിം ലീഗ് ഒരു മതേതര കക്ഷിയാണ്, അതേസമയത്ത് മറ്റു പാർട്ടികളൊക്കെ തന്നെ, അത് PDP ആയാലും അതേപോലെ തന്നെ SDP ആയാലും വെൽഫെയർ പാർട്ടി ആയാലും ഒക്കെ വർഗീയ ചുവയുള്ള സംഘടനകളാണ് എന്ന് പറയുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗാണ് വർഗീയത കളിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ഏറ്റവും അങ്ങേയറ്റത്തെ വർഗീയ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമി, ആ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കൂട്ടുകൂടുകയാണ് VD സതീശൻ ചെയ്തത്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഹുക്മത്തെ ഇലാഹിയ, അതായത് ദൈവഭരണം, ദൈവത്തിന്റെ ഭരണമാണ് ഈ രാജ്യത്ത് വരേണ്ടത് എന്നാണ് അവർ കരുതുന്നത്. അവർക്ക് ഭരണഘടനയിലൊന്നും വിശ്വാസമില്ല, അവർക്ക് ശരീഅത്തിൽ മാത്രമാണ് വിശ്വാസം. അങ്ങനെയുള്ള ഒരു ദൈവത്തിന്റെ ഭരണം, ആ ദൈവത്തിന്റെ നടക്കുന്ന സ്ഥലത്ത് ഒരു റിപ്പബ്ലിക്കിന് അല്ലെങ്കിൽ ഒരു ഭരണഘടനയ്ക്കൊന്നും യാതൊരു റോളും ഉണ്ടാവില്ല. അവിടെ ദൈവത്തിന്റെ ഭരണഘടന മാത്രമേ ഉണ്ടാവൂ. അതായത് മത നേതാക്കൾ പറയുന്ന ഭരണഘടന ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള
ഒരു മതരാഷ്ട്രവാദികളാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. അവരെ കുറെ കാലമായിട്ട് ആരും രണ്ട് രാഷ്ട്രീയ പാർട്ടികളൊന്നും കാര്യമായിട്ട് അടുപ്പിച്ചിരുന്നില്ലെങ്കിൽ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പലതവണയും ആ മുന്നണിയുടെ കൂടുതൽ സ്ഥാനാർത്ഥികൾക്കും ജമാഅത്തെ ഇസ്ലാമിയാണ് പിന്തുണ നൽകിയിരുന്നത്. ഇങ്ങനെയുള്ള ജമാഅത്തെ ഇസ്ലാമിയെ പുകഴ്ത്തുകയാണ് അല്ലെങ്കിൽ ന്യായീകരിക്കുകയാണ് വി ഡി സതീശൻ ചെയ്തത്. ആ സമയത്ത് പലരും ചോദ്യം ചെയ്തിരുന്നു. വി ഡി സതീശൻ പറഞ്ഞത് അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി അവരുടെ മതരാഷ്ട്രവാദമൊക്കെ ഉപേക്ഷിച്ചു എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് മുജീബ് റഹ്മാൻ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ മൗലികമായ കാഴ്ചപ്പാടുകളിൽ നിന്നൊന്നും മാറ്റം വരുത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിനർത്ഥം വി ഡി സതീശൻ ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള തങ്ങളുടെ ബന്ധത്തെ ന്യായീകരിക്കാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയുള്ള അവരുടെ മതരാഷ്ട്രവാദമൊക്കെ ഉപേക്ഷിച്ചു എന്ന് വി ഡി സതീശൻ പറഞ്ഞ സമയത്ത് ഞങ്ങളുടെ മൗലികമായ കാര്യങ്ങളൊന്നും ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് മുജീബ് റഹ്മാൻ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയെ മറ്റുള്ളവരുടെ മുമ്പിൽ ന്യായീകരിക്കാനുള്ള വി ഡി സതീശൻ്റെ ശ്രമം പാഴായി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്നിട്ടും ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറയുന്നതിന് പകരം അതിനെ ഉൾക്കൊള്ളാനാണ് വി ഡി സതീശനൊക്കെ ശ്രമിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യുപകാരമായിട്ടാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് മുകളിൽ സമ്മർദ്ദം ചെലുത്താൻ മുസ്ലിം ലീഗിന് സാധിച്ചത്. ഒരുപക്ഷെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും ഒക്കെ ഒരുപോലെയായിരിക്കും. പക്ഷേ തങ്ങൾ പറയുന്ന കാര്യമേ ചെയ്യാവൂ, അങ്ങനെ തങ്ങൾ പറയുന്ന കാര്യമേ നടക്കുള്ളൂ, തങ്ങൾ ചെയ്യുന്ന കാര്യമേ ചെയ്യാവൂ, അല്ലെങ്കിൽ തങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നടക്കൂ എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായിരുന്നു ആര് നടത്തിയിരുന്നത്? ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗ് നടത്തിയിരുന്നത്. ആ ശ്രമത്തിൽ അവർ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ജമാഅത്തെ ഇസ്ലാമി എന്തൊക്കെ ആണോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ കേരളത്തെ പോലത്തെ ഒരു പ്രത്യേക കാലാവസ്ഥയുള്ള സ്ഥലത്ത് ആ കേരളത്തിൻ്റെ കാലാവസ്ഥക്കനുസരിച്ച് കൊണ്ട് വലിയൊരു നിർബന്ധം അവർ കോൺഗ്രസിന്റെ മുമ്പിൽ വെക്കുകയായിരുന്നു. കാരണം കേരളത്തിലെ ഡെമോഗ്രാഫി അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. മതപരമായ ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള കണക്കുകൾ നോക്കുന്ന സമയത്ത് കേരളത്തിലെ ഡെമോഗ്രാഫിയിൽ വലിയ വ്യത്യാസമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമൂലം മുസ്ലിം ലീഗിന് മുമ്പത്തേതിനേക്കാൾ വലിയ സ്വാധീനമുണ്ടായിരിക്കുന്നു. നേരത്തെ അവർക്ക് വടക്കൻ ജില്ലകളിൽ മാത്രമാണ് സ്വാധീനമെങ്കിൽ ഇന്ന് കേരളത്തിൻ്റെ ഏതാണ്ട് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുണ്ട്. ആരെ തോൽപ്പിക്കാനും ആരെ ജയിപ്പിക്കാനും തങ്ങൾക്ക് കഴിയുമെന്ന രീതിയിലുള്ളൊരു സ്വാധീനം വളർത്തിയെടുക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്കും മുസ്ലിം ലീഗിനും അതുപോലുള്ള മുസ്ലിം സംഘടനകൾക്കും കഴിഞ്ഞിരിക്കുന്നു. അപ്പം തങ്ങളുടെ ഒരു ആ വെല്ലുവിളി ഉയർത്തിയ സമയത്ത് അതിനെ നേരിടാനുള്ള ചങ്കൂറ്റം കോൺഗ്രസിന് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ അവസ്ഥ. കാരണം തങ്ങളുടെ പാർട്ടിയിലെ ഭൂരിപക്ഷം MLA-മാരും തെരഞ്ഞെടുത്ത ഒരു നേതാവിനെ പാർട്ടിയുടെ മുഖ്യമന്ത്രിയാക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഭൂരിപക്ഷം MLA-മാരല്ലാത്ത നേതാക്കളും ആരെയാണോ മുഖ്യമന്ത്രിയാക്കേണ്ടത് അതേ ആളെ മുഖ്യമന്ത്രിയാക്കാൻ ആ കോൺഗ്രസിന് കഴിയുന്നില്ല. കാരണം അവർക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെയും അതേപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടി വരുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്ന് കോൺഗ്രസിന് രാജ്യത്തെ എല്ലാ സ്ഥലത്തും തിരിച്ചടി നേരുന്ന സമയത്ത് കോൺഗ്രസിനെ നേതാവ് രാഹുൽ ഗാന്ധിക്കായാലും അതിനുശേഷം പ്രിയങ്ക ഗാന്ധിക്കായാലും വലിയ ഭൂരിപക്ഷത്തോടുകൂടി പാർലമെന്റിലേക്ക് ജയിക്കാൻ കഴിഞ്ഞത് കേരളത്തിൽ നിന്നാണ്. അത് മുസ്ലിം ലീഗിൻ്റെ പിന്തുണ കൊണ്ടാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗ് ഈ ഒരു പിന്തുണ കണക്കാക്കിക്കൊണ്ട്, അതായത് വയനാട്ടിൽ ഇനി നിങ്ങൾ മത്സരിക്കാൻ വരേണ്ട എന്ന പോസ്റ്റർ വരെ എഴുതി ഒട്ടിക്കാൻ തയ്യാറായി. അങ്ങനെ കോൺഗ്രസ് നേതൃത്വത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരുന്നു യഥാർത്ഥത്തിൽ ഇവിടുത്തെ മുസ്ലിം ലീഗ് ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ ഇവിടെ മുസ്ലിം ലീഗിന് 5ാമത്തെ മന്ത്രി എന്നുള്ളൊരു ആവശ്യമുയർന്ന സമയത്ത് അതിനെതിരായിട്ട് വലിയ വിപ്ലവമൊക്കെ ഉണ്ടായിരുന്നു. ആളുകളൊക്കെ പ്രതിഷേധമുയർത്തി. ഒടുവിൽ 5ാം മന്ത്രി സ്ഥാനം ലീഗിന് ഒരു താലത്തിൽ വെച്ച് കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇത് നേരത്തെ തന്നെ ലീഗ് പറഞ്ഞിരുന്നതാണ്. ലീഗ് ആവശ്യപ്പെടുന്ന സമയത്ത് പാണക്കാട് എത്തിയിട്ട് ഞങ്ങൾക്ക് 5ാം മന്ത്രി സ്ഥാനം ഒരു താലത്തിലെത്തി ഞങ്ങൾക്ക് തരും എന്നവർ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. അപ്പം നേരത്തെയും മുസ്ലിം ലീഗ് വലിയ തോതിലുള്ള ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ അവകാശവാദങ്ങൾക്ക് മുമ്പിൽ വഴങ്ങുകയാണ് കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് കോൺഗ്രസ് ആണ് എന്ന് ഇപ്പോൾ അവർ തെളിയിച്ചിരിക്കുകയാണ്. അപ്പം ഇത് തന്നെയാണ് ഇനി മന്ത്രിസഭാ രൂപവൽക്കരണ വേളയിലും നടക്കാൻ പോകുന്നത്. കേരളത്തിലെ ന്യൂനപക്ഷങ്ങളായിരിക്കും കേരളം ഭരിക്കാൻ പോവുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. കാരണം മന്ത്രിസഭയിലെ ബഹുഭൂരിഭാഗം അംഗങ്ങളും ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളായിരിക്കും. അത് ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും. ഇപ്പം മറ്റൊരു ട്രെൻഡ് കൂടി വളർന്നു വരുന്നുണ്ട്. അത് ഹിന്ദു സംഘടനാ നേതാക്കളെ അപമാനിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ട് UDF-ന്റെ കൂടെയും LDF-ന്റെ കൂടെയൊക്കെ മാറി നിന്ന പാരമ്പര്യമാണ് കേരളത്തിലെ ഹിന്ദു മതവിഭാഗത്തിലെ ജാതി സംഘടനാ നേതാക്കളായ
SNDPക്കും അതുപോലെ തന്നെ NSSന്റെ ഒക്കെ നേതാക്കൾക്കും ഉണ്ടായത്. പക്ഷേ പരസ്യമായിട്ട് അവരെ അപമാനിക്കുന്ന രീതിയിലാണ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ അവർ പ്രതികരിച്ചത്. മുസ്ലിം ലീഗിൻ്റെ പ്രകടനമൊക്കെ നമ്മൾ കണ്ടതാണ്. വെള്ളാപ്പള്ളിക്കെതിരായിട്ടും അതേപോലെ തന്നെ സുകുമാരൻ നായർക്കെതിരായിട്ടുള്ള വാദങ്ങളാണ് അവർ നിരത്തിയിരുന്നത്, അല്ലെങ്കിൽ ആക്രോശങ്ങളാണ് നടത്തിയിരുന്നത്. അപ്പം അതിനെയൊക്കെ കണ്ടില്ലെന്ന് നടക്കുകയാണ് കേരളത്തിലെ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഇത്തവണത്തെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം.